ഹായ് ഹലോ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പം എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എന്തെല്ലാം വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമാണോ? അപ്പോൾ ഞങ്ങൾക്കും സുഖമാണ്, അൽഹംദുലില്ലാഹ് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം നല്ല വെയിലും ചൂടൊക്കെയാണല്ലോ നോമ്പിന്, നല്ല ക്ഷീണമാണല്ലേ. എന്തായാലും ഇതൊക്കെ ഞാനെൻ്റെ പണികളൊക്കെ ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ മുട്ട ബജിക്കുള്ള ഒക്കെ കുഴച്ച് റെഡിയാക്കി ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. പിന്നെ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിരിക്കണ്, പിന്നെ ഞാൻ ഉണ്ടാക്കാനും തുടങ്ങി കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ബിരിയാണി വെക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള എല്ലാം ഒക്കെ സെറ്റായിട്ട് ഇങ്ങനെ അരിഞ്ഞൊക്കെ നല്ല തൊലിച്ചൊക്കെ ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തായാലും മുട്ട ബജി ഇവിടെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണം ഇവിടെ. പിന്നെ നമ്മൾ കടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാക്കണം, പിന്നെ വെള്ളം ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ, നല്ല തണുത്ത് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ നാരങ്ങ വെള്ളമാട്ടോ ഇവിടെ ഉണ്ടാക്കണത്. അങ്ങനെ ഇതാക്കണം, പിന്നെ നാരങ്ങയൊക്കെ പിഴിഞ്ഞങ്ങാണ്ട് അങ്ങനെ വെള്ളം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിക്ക് വെച്ചു കേട്ടോ. പിന്നെ മുട്ട ബജിൻ്റെ ഒരു ബാലൻസ് മാവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു ഉള്ളി അരിഞ്ഞങ്ങാണ്ട് എന്താക്കി പക്കവട പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേറെ ഒന്നും ഇടുന്നില്ല കേട്ടോ. കാരണം ഒരു ലേശം മാവുള്ളേക്ക് ഇപ്പോൾ നമ്മൾ ഇഞ്ചിയും പിന്നെ പച്ചമുളകും അതുപോലെ പിന്നെ കറിവേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പൊക്കെ ഇടാൻ നിന്നാൽ പിന്നെ അതിന് നേരമുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു സിമ്പിളല്ലേ, എണ്ണക്കടിയാകുമ്പോൾ പിന്നെ എല്ലാവരും തിന്നും. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് കിടക്കട്ടെ എന്നാൽ ആകെ ഒരു 10 ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാക്കി കേട്ടോ. പിന്നെ ഇതാക്കണം ഇവിടെ എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞേക്കണം കേട്ടോ. അപ്പം ഇനി നമുക്ക് ബിരിയാണിക്കുള്ള പിന്നെ ഉള്ളിയും തക്കാളിയും പിന്നെ ഒന്ന് കുക്കറിലിട്ടിട്ട് വിസിലടുപ്പിക്കാട്ടോ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് എന്താക്കുന്നുണ്ട് പിന്നെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് വിസിലടുപ്പിക്കും കേട്ടോ. അപ്പോൾ അതവിടെ മസാലയൊക്കെ ഇല്ലാതെ അവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാക്കണം. പിന്നെ ഞാൻ ചോറ് വെക്കാൻ വിചാരിച്ചിട്ടോ. എന്താണെന്ന് വെച്ചാൽ പിന്നെ ചോറുണ്ട് വേഗമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മസാല കൂട്ടാനല്ലേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇതാക്കണം, പിന്നെ എണ്ണ ഒക്കെ ഒഴിച്ച് സൺഫ്ലവറിൻ്റെ ഓയിലായിട്ട് ഒഴിച്ച് കൊടുത്തിക്കണം. കുറച്ചൊരു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിക്കണം. പിന്നെ ഞാൻ ഇതാക്കണം അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കോരിയെടുത്ത് പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാക്കണം, ഞാൻ വെള്ളമൊക്കെ പാകത്തിനുള്ളത് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ 1 കിലോനായിട്ട് വെക്കുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ഇതാക്കണം ഇറച്ചിയൊക്കെ കിട്ടിയിട്ട് വേണം കേട്ടോ. അപ്പോൾ റിച്ചുമോന് നിർബന്ധമാണ് കേട്ടോ പിന്നെ പാൽച്ചായ. അപ്പോൾ ഓടിപ്പോയി കണ്ട് എന്താക്കിയത് 6:25 കഴിക്കണം കേട്ടോ. പോയി വന്നപ്പോൾ പിന്നെ വേഗം പോയി കണ്ട് പാൽ വാങ്ങിയിട്ട് വന്നിട്ടോ. അപ്പോൾ കാരണം ഫ്രൂട്ട്സ് ഒന്നും ഇല്ല കേട്ടോ. കാക്ക എത്തുമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ഇപ്പോൾ 6:25 കാക്ക വന്നിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം പോകുമെന്ന് എന്തായാലും പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇറച്ചി കിട്ടിയിട്ടും വേണം, പിന്നെ എന്താണ് ഫ്രൂട്ട്സ് ഒന്നും ഇല്ല കേട്ടോ, പാലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ തരിയൊക്കെ ഉണ്ടാക്കണതാണ്, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. വെറും വെള്ളം ഈ എണ്ണക്കടി മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ കട്ടൻ ചായ ആർക്കും വലിയ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ എന്താക്കി പാല് വേഗം കൊടുത്തിട്ട് വേഗം തിളക്കാൻ വെച്ചിട്ട് പിന്നെ പാൽ ചായ അങ്ങനെ ഉണ്ടാക്കി കേട്ടോ. പിന്നെ തരി ഉണ്ടാക്കിയിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ സമയമില്ല കേട്ടോ, ബാങ്ക് കൊടുക്കാൻ പിന്നെ കുറച്ച് ടൈമുള്ളായിരുന്നു. അതുകൊണ്ട് പിന്നെ കുറച്ച് ചൂടാറി കിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ ഉണ്ടാക്കിയതുമില്ല കേട്ടോ. പിന്നെ ഏതായാലും ചോറൊക്കെ വെച്ചൊക്കെ വിചാരിച്ചിട്ടാണ് വേഗം അങ്ങനെ ചോറ് വെക്കണത് കേട്ടോ. മഹരിബ് ബാങ്ക് കൊടുക്കണതിൻ്റെ മുന്നേ തന്നെ എന്താക്കി ചോറും മസാല അവിടെ റെഡിയാക്കി വെച്ചിട്ട് ഇനി കോഴി കൊടുന്നങ്ങാണ്ട് പൊരിച്ചങ്ങാണ്ട് അതിലേക്ക് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ദമ്മിട്ടാലും മതി കേട്ടോ. അപ്പോൾ ഇതാക്കണം നമുക്ക് മഹരിബ് ബാങ്ക് കൊടുത്ത് നമ്മളിതാ നോമ്പ് തുറന്നു കേട്ടോ. അപ്പോൾ ഈ കാണുന്ന വിഭവങ്ങൾ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ഫ്രൂട്ട്സൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് കാക്ക വരുമ്പോഴേ കൊണ്ടുവന്ന് തരുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ദിവസം അങ്ങനെ ഡൈജസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഇതാക്കണ കാക്ക 7:15 ആയപ്പോൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. അങ്ങനെ പിന്നെ കാക്ക ഐസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഐസ് എല്ലാവരും അങ്ങനെ തിന്നു കേട്ടോ. പിന്നെ ഫ്രൂട്ട്സും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ മുറിച്ചോളി എന്ന് പറഞ്ഞിട്ടോ. പിന്നെ എല്ലാവർക്കും വയറൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു വേണ്ടാന്ന് കേട്ടോ. അങ്ങനെ പിന്നെ അത് തിന്നില്ല കേട്ടോ. പിന്നെ വേഗം എന്താക്കി കോഴി കഴുകിയിട്ട് അങ്ങനെ മസാല പുരട്ടി വെച്ചിട്ടോ. പിന്നെ ഇപ്പോൾ ഒരു 10 മിനിറ്റ് പുരട്ടി വെച്ചിട്ടുള്ളൂ. പിന്നെ വേഗം പൊരിച്ചങ്ങാണ്ട് എന്താക്കി മസാല റെഡിയാക്കിയില്ല അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തങ്ങാണ്ട് പിന്നെ റെഡിയാക്കി എടുത്തിട്ടോ. പിന്നെ നമുക്ക് ചോറ് ദമ്മിടാൻ വിചാരിച്ചങ്ങാണ്ട് വേഗം എന്താക്കി അങ്ങനെ ചോറ് ദമ്മിടാൻ നിന്നു കേട്ടോ.
കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ കുട്ടികൾ പിന്നെ ഇവിടെ സാരയുടെ ഉള്ളിൻ്റെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നമ്മളെ കുഞ്ഞു വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടോ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും കമൻറ്റ് ചെയ്താനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.